നമ്മുടെ ഒക്കെയും വേദനയായി മാറിയ കുഞ്ഞ് ആലിന്റെ മൃതദേഹം ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. പത്തനംതിട്ട മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി CSI ദേവാലയത്തിൽ 3 മണിക്കാണ് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. ശ്രീരാജ് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയമുണ്ട്. ശ്രീരാജെ, കുഞ്ഞിന്റെ മൃതദേഹം എത്തിച്ചെന്ന് മനസ്സിലാക്കുന്നു. സേതു, അല്പസമയം മുൻപാണ് മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയുടെ ചാപ്പലിൽ കുഞ്ഞിന്റെ മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. ഇവിടെയായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നത്. അല്പസമയം മുൻപാണ് പൊതുദർശനം ആരംഭിച്ചത്. അതുപോലെ തന്നെ ചില ശുശ്രൂഷ നടപടികളും ഇവിടെ പുരോഗമിക്കുകയാണ്. ഇവിടെ ഒരു 7:30 വരെ പൊതുദർശനം ഉണ്ടാകും. ശേഷം കുഞ്ഞിന്റെ മല്ലപ്പള്ളിയിലുള്ള വീട്ടിലേക്കായിരിക്കും മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോവുക. ശേഷം ഉച്ചയ്ക്ക് 2 മണിവരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. ഇവിടെ ഈ ആശുപത്രിയോട് ചേർന്നുള്ള സ്ഥലത്താണ് കുഞ്ഞിന്റെ അമ്മ ഷെറിന്റെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ ഷെറിന്റെ വീട്ടുകാരും നാട്ടുകാരുമായിട്ടടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. മാത്രവുമല്ല, ഈ വാർത്തയറിഞ്ഞ് ഇത്രയും വലിയ ദുരന്തത്തിനിടയിലും ആ കുടുംബം സ്വീകരിച്ച ധീരമായ ആ നിലപാടറിഞ്ഞ് ഇവിടേക്ക് എത്തിയ, രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നതിനാൽ തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ, മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ നിശ്ചയിച്ച സമയത്തിലും ആ സമയക്രമം പാലിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും നിരവധി ആളുകൾ ഇവിടെ ഈ പൊതുദർശനം അല്ലെങ്കിൽ കുഞ്ഞിന്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ശുശ്രൂഷ നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും പൊതുദർശനം അവസാനിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ആ സമയക്രമം പാലിക്കുന്നതിൽ ഒരുപക്ഷെ ചെറിയ കാലതാമസം ഉണ്ടാക്കിയേക്കാം. എന്തായാലും ഏറ്റവും വൈകാരികമായ രംഗങ്ങൾക്കാണ് നിലവിൽ ഈ ആശുപത്രിയുടെ ചാപ്പൽ സാക്ഷ്യം വഹിക്കുന്നത്. അത്രത്തോളം ദുഃഖകരമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. കുഞ്ഞിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കുഞ്ഞിന്റെ അമ്മയുടെ വീട് ഇതിനോട് ചേർന്നാണ്. ഇവിടെ ഈ ഇടവകയാണ് കുഞ്ഞിന്റെ അമ്മ ഷെറിൻ്റേത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില ശുശ്രൂഷകളും പൂജകളും ഒക്കെ തന്നെ ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7:30 വരെയാകും ഈ ചാപ്പലിൽ പൊതുദർശന സൗകര്യം ഉണ്ടാവുക എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. രാവിലെ മുതൽ തന്നെ വീട്ടിലേക്കും, ആലിൻ്റെ വീട്ടിലേക്കും നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ട്. അത്തരത്തിൽ ഈ നാടൊന്നാകെ ഈ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഈ ആശുപത്രിയിലേക്കും അതുപോലെ ആശുപത്രി പരിസരത്തേക്കും വീട്ടിലേക്കും എല്ലാം എത്തുകയാണ്. നമുക്കറിയാം, ആ കുടുംബത്തെ സംബന്ധിച്ച്, ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ തകർന്ന സാഹചര്യത്തിൽ പോലും ആ കുടുംബം സ്വീകരിച്ച ആ ധീരമായ നിലപാടിന് ഔദ്യോഗിക ബഹുമതികൾ നൽകി ആ കുഞ്ഞിൻ്റെ മൃതദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആദരവ് കാണിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ആ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ നഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുമ്പോഴും 5 കുരുന്നുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ടാണ് ആലിൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ വാർത്തയറിഞ്ഞ് ഈ കുടുംബത്തെ മുൻപോ ഇപ്പോഴോ ഒന്നും തന്നെ അറിയാത്ത നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ കുഞ്ഞിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി, അന്തിമോപചാരം അർപ്പിക്കാനായി ഈ ആശുപത്രിയിലേക്കും ആശുപത്രി പരിസരത്തും വീട്ടിലേക്കും എല്ലാം തന്നെ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായി, അല്ലെങ്കിൽ ഒരു പുതുജീവൻ നൽകുന്ന ഒരു തീരുമാനത്തിലേക്കായിരുന്നു ഈ കുടുംബം എത്തിയിരുന്നത്. ഫെബ്രുവരി 5-ാം തീയതി നടന്ന അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന ആലിൻ പല ആശുപത്രികളിലും ചികിത്സയ്ക്ക് വിധേയമായി ഒടുവിൽ എറണാകുളത്തെ കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോഴായിരുന്നു. ശ്രീരാജിലേക്ക് മടങ്ങിയെത്താം. കുഞ്ഞുമോളുടെ പൊതുദർശനം അവിടെ പുരോഗമിക്കുകയാണ്. അമല് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമല് കുഞ്ഞിന്റെ വീട്ടിൽ നിന്നാണ് ചേരുന്നത്. അമലെ, ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും കുഞ്ഞിന്റെ ശരീരം പുറത്തെടുത്തു. അവിടെ തൊട്ടടുത്തുള്ള ചാപ്പലിൽ പൊതുദർശനം നടക്കുന്നുണ്ട്. നിരവധി പേരാണ് ആ കുഞ്ഞുമോളെ കാണാനായി എത്തിയിരിക്കുന്നത്. ഇപ്പം അറിഞ്ഞും കേട്ടുമൊക്കെയും വരുന്നവരാണ്. കാരണം അത്രയും വലിയൊരു ദാനം നടത്തി, അത്രയും വലിയൊരു പുണ്യകർമ്മം നടത്തിയതിന് ശേഷമാണ് 10 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. ഇനി ഇവിടുത്തെ പൊതുദർശനം നീളുമോ എന്ന കാര്യം അറിയില്ല. കാരണം നല്ല തിരക്കുണ്ട്, ക്രമീകരണങ്ങൾ തെറ്റാനാണ് സാധ്യത. ഇപ്പോൾ
ഇപ്പോൾ വീട്ടിലെ അവസ്ഥ എന്താണ്, എപ്പോഴേക്ക് ഇപ്പോൾ നിലവിലെ ക്രമീകരണങ്ങൾ അനുസരിച്ച് എപ്പോഴേക്ക് കുഞ്ഞിൻ്റെ ശരീരം അമല നിൽക്കുന്ന ആ വീട്ടിലേക്ക് എത്തിക്കും? സ്വാതി, അങ്ങേയറ്റം ശോകമുഖമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വീടും പരിസരവും ആകെ തന്നെ ആ കുഞ്ഞുമോളുടെ വിയോഗത്തിൽ അങ്ങേയറ്റം വേദനാഭരിതമായ ഒരു അവസ്ഥയിലാണുള്ളത്. ഏതായാലും ഇപ്പോൾ മൃതദേഹം ആശുപത്രി ചാപ്പലിൽ പൊതുദർശനം നടത്തുകയാണ്. 7:30-ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഈ മൃതദേഹവുമായിട്ടുള്ള വാഹനം വീട്ടിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 8 മണിയോടുകൂടി തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെക്കുകയും നാടൊന്നാകെ ഇവിടേക്ക് ഇരമ്പിയെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോഴില്ല. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ പോലീസും പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരാകട്ടെ ഇവരെല്ലാം അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഈ മാസം 5-ാം തീയതിയാണ് കോട്ടയം ബോർമ ജംഗ്ഷനിൽ വെച്ച് ഈ കുഞ്ഞിനുണ്ടാകുന്ന അപകടത്തെ തുടർന്നാണ് ഈ കുട്ടി അത്യാസന്ന നിലയിലേക്ക് പോകുന്നതും പിന്നീട് മസ്തിഷ്ക മരണം സംഭവിക്കുന്നതും പിന്നീട് ഈ കുഞ്ഞിൻ്റെ അവയവങ്ങൾ മറ്റ് 4 കുരുന്നുകളുടെ പൊതുജീവനിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയിട്ട് അതിന് ദാനം ചെയ്യുവാൻ വേണ്ടി കുടുംബം ഒന്നാകെ ഒരു തീരുമാനമെടുക്കുകയും മഹത്തായ അവയവദാനം നടക്കുകയും ചെയ്തത് നമുക്ക് അറിയാവുന്നതാണ്. കേരളം ഒന്നാകെ ആ അവയവ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചതും അത് നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചതുമെല്ലാം നമുക്കറിയാവുന്നതാണ്. ഏതായാലും ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ 1-ാം പിറന്നാളാണ് ഏപ്രിൽ 14-ന്. ആ പിറന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടി കുടുംബവും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഏറെ തയ്യാറെടുപ്പുകളോടെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ കുഞ്ഞുമോളെ ഇവിടേക്ക് എത്തിക്കുന്നത്, ആലിനെ ഇവിടേക്ക് എത്തിക്കുന്നത്, അതും ചേതനയേറ്റ ശരീരമായി ഇവിടേക്ക് എത്തിക്കുന്നത് എന്നൊരു വിധിയുടെ അങ്ങേയറ്റം വേദനാഭരിതമായ ഒരു കാര്യമുണ്ട്. അപ്പോഴും ഈ നാടൊന്നാകെ ആ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണുവാൻ വേണ്ടി മറ്റ് 4 ജീവനുകളിലൂടെ മറ്റ് 4 ജീവിതങ്ങളിലൂടെ വീണ്ടും ഈ ലോകത്തോട് സംസാരിക്കാനും ഈ ലോകത്തെ ഒന്നാകെ കാണാനും പോകുന്ന ആലിൻ്റെ മൃതശരീരത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തും. 3 മണിയോട് കൂടിയാണ് പിന്നീട് പള്ളി സെമിത്തേരിയിലേക്ക് ശരീരവുമായിട്ട് തിരിച്ചു പോവുക. അതിന് പള്ളിയിൽ വെച്ച് തന്നെയായിരിക്കും സർക്കാരിൻ്റെ ഔദ്യോഗികമായ ബഹുമതികൾ ആ ശരീരത്തിനുണ്ടാവുക. നമുക്കറിയാവുന്നതാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാനമാണ് ആലിൻ ഇബ്രാഹിമിലൂടെ നടന്നിരിക്കുന്നത് എന്നത്. അവയവദാനവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളെല്ലാം വലിയ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം പ്രചരിപ്പിക്കുമ്പോഴാണ് ആലിൻ്റെ മഹത്തായ ഒരു അവയവദാനം നടത്തുവാൻ വേണ്ടി മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം തയ്യാറായതെന്ന് നമുക്കറിയാം. ഏതായാലും ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുമ്പോൾ അതിനോട് സമൂഹത്തിൻ്റെ ഒന്നാകെ പ്രതികരണം അങ്ങേയറ്റം വേദനയോടും അതോടൊപ്പം തന്നെ ആലിനിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ തീരുമാനത്തോടുള്ള എല്ലാ ബഹുമാനവുമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആലിന് അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ അത് ഔദ്യോഗിക ബഹുമതിയോടുകൂടി വേണം എന്ന സർക്കാർ തീരുമാനവും വന്നത്. സമൂഹം ഒന്നാകെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിൽ ആലിൻ്റെ അതായത് വൃക്കകളും ഇരുവൃക്കകളും കരളും മറ്റ് ചില അവയവങ്ങളും ദാനം ചെയ്യുകയായിരുന്നു. 4 കുരുന്നുകളിലൂടെയാണ് അത് വീണ്ടും ലോകത്തെ കാണാൻ പോകുന്നത്. ഏതായാലും 2 കുട്ടികളിൽ ഇപ്പോൾ വൃക്കയും കരളും മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ധൃതയും ശ്രേയയും ഇവർ 2 പേർക്കും ഇപ്പോൾ അവയവദാനം വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. അതിലൊരാൾ കൊച്ചിയിലാണുള്ളത്. ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നടക്കം മനസ്സിലാക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കുഞ്ഞിൻ്റെ അവയവം ഇത്തരത്തിലൊരു 9 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അവയവദാനം അങ്ങേയറ്റം വിജയകരമായി നടപ്പാക്കുകയും അത് മറ്റ് കുട്ടികൾക്കടക്കം ജീവിതത്തിലേക്ക് പുതുവെളിച്ചം നൽകുകയും ചെയ്തപ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വലുതാണ് എന്നതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന വേദനയും നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുന്നതല്ല. ആ വേദനയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു നാടൊന്നാകെ ഈ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഈ വീട്ടിന് ആവാൻ അല്ലെങ്കിൽ അവരുടെ വലിയ ദുഃഖത്തിൽ പങ്കുചേരുവാൻ വേണ്ടി ഇവിടേക്ക് എത്താനിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഈ വരുമ്പോഴെല്ലാം ഈ പ്രദേശത്തുള്ള ആളുകളുമായിട്ടെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വാക്കുകളിലെല്ലാം വലിയ രീതിയിലുള്ള വേദനയുണ്ട്, വലിയ രീതിയിലുള്ള സങ്കടമുണ്ട്. അപ്പോഴും ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ അത് മറ്റ് 4 ജീവനുകൾക്ക് ഒരു വെളിച്ചമാവുമല്ലോ എന്നൊരു പ്രതീക്ഷയും അല്ലെങ്കിൽ അതിലുള്ള ഒരു സംതൃപ്തിയും അതിലുള്ള ഒരു മാനുഷികമായിട്ടുള്ള ചില ഒരു വികാരങ്ങളുമെല്ലാം അമലിലേക്ക് വരാം. ശ്രീരാജ് കൂടി തുടരുന്നുണ്ട് പൊതുദർശനം നടക്കുന്ന സ്ഥലത്ത് നിന്ന്. ശ്രീരാജ്, ഈ ആശുപത്രിയിൽ നിന്നെടുത്തു, ആശുപത്രിക്ക് തൊട്ടടുത്തുള്ളൊരു ചാപ്പലാണിത്. അരമണിക്കൂർ മാക്സിമം ആണ് അവിടെ ഒരു പൊതുദർശനം നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ കുഞ്ഞിനെ കാണാൻ ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രമീകരണങ്ങൾ പാളുന്ന അവസ്ഥയാണോ അതോ എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ഇത് 7:30യോടുകൂടി മൃതദേഹം കൊണ്ടുപോകാം, വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന നിലയ്ക്കാണ് തീരുമാനിച്ചിരുന്നത്.
ശരി, അവിടെ കുഞ്ഞ് മോളുടെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ട്, ശുശ്രൂഷ നടക്കുകയാണ്. ഇതിന് ശേഷമാണ് ഇനി കുഞ്ഞിനെ വീട്ടിലേക്ക് പോവുക.